കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കുട്ടികൾ മൊബൈൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാനേ കഴിയില്ല എന്നതിനെക്കുറിച്ച്. പക്ഷേ ഞാനത് കാണിച്ചത് ഐഫോണിലാണ്. ഐഫോണിൽ ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നുമില്ലാതെ തന്നെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആൻഡ്രോയിഡിൽ ഇതുപോലുള്ള ട്രിക്കുകൾ ഇല്ലേ എന്ന്. ആൻഡ്രോയിഡിലുണ്ട്, പക്ഷേ അതിന് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടിപൊളി ട്രിക്കാണ്, നിങ്ങൾ ഇത് കണ്ടു നോക്കുക. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട്, അതായത് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ലോക്ക് ചെയ്തിടാൻ സാധിക്കും. പിന്നെ കുട്ടികൾക്ക് ഈ മൊബൈൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു ട്രിക്ക് എന്താണ് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്നും നിങ്ങൾ പോകണ്ട. ഇവിടെ മുകളിൽ കുറച്ച് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ ഷേക്ക് എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഷേക്ക് ലോക്കിംഗ് എന്ന ഈ ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഷേക്ക് അൺലോക്കിംഗ് എന്ന ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും, അതും പെർമിഷനും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഷേക്ക് എന്ന ഈ ഒരു ഭാഗം, ഷേക്ക് സെൻസിറ്റിവിറ്റി എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഈ ഒരു ടാബ് ഇങ്ങനെ ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലോക്ക് ഡിസൈൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാകുക. ജസ്റ്റ് ഇതിൽ നിന്നും മിനിമൈസ് ചെയ്യുക. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മിനിമൈസ് ചെയ്തിട്ട് മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഓപ്പൺ ചെയ്യുക. അവിടെ ബ്ലാങ്ക് ആണല്ലോ നമ്മൾ കണ്ടത്. ഇവിടെ കസ്റ്റം ലോക്ക് ഡിസൈൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ ആഡ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി തിരഞ്ഞെടുക്കുക. ജസ്റ്റ് വൺസ് കൊടുക്കുക. ഇപ്പോൾ ഗാലറിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അത് ആഡ് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ട്രാൻസ്പറൻസി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വരുമ്പോൾ ഇവിടെ ആ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഇപ്പോൾ ഇത്രയും നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇപ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഡിസ്പ്ലേ ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ മൊബൈൽ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ലോക്കാവും. ഇതുപോലെ ഷേക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ടച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ അതൊന്നും വർക്കാവില്ല. എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ബാക്ക് പോകാൻ കഴിയില്ല, റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല, ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല, ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അത് ആ ഒരു ഡിസ്പ്ലേ ഹാങ് ആയതുപോലെ ലോക്കായിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും തന്നെ ഈ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇതുപോലെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും നിങ്ങൾക്ക് പഴയതുപോലെ യൂസ് ചെയ്യാനും സാധിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി ട്രിക്കല്ലേ? നിങ്ങളുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന കുട്ടികളാണെങ്കിലും മറ്റുള്ള ആരാണെങ്കിലും നിങ്ങൾക്ക് മൊബൈൽ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് മൊബൈൽ കൊടുത്താൽ മതി. ഉടനെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ തിരികെ തരികയും ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നിരന്തരമായിട്ട് ചോദിച്ച് ശല്യപ്പെടുത്തുന്നവരുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും തന്നെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ടച്ചിന് കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഹാങ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ തിരിച്ച് അതുപോലെ സെറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.